ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇത് സത്യമാണ്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ദൈവം ആത്മാവാണ്, മാത്രമല്ല അവൻ വിശുദ്ധനാണ്. കാലാകാലങ്ങളിൽ മനുഷ്യരിൽ മാറ്റങ്ങൾ കാണാവുന്നതാണ്. എന്നാൽ ദൈവം അങ്ങനെയല്ല. ദൈവം നീതിമാനാണ്. ദൈവം പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. അവൻ മനുഷ്യനെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനാണ്. യേശുക്രിസ്തുവിനെ കണ്ടവർ ദൈവത്തെ കണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടവർ ദൈവത്തിൻ്റെ വാക്ക് കേട്ടു. യേശുവിനെ സ്വീകരിച്ചവർ ദൈവത്തെ സ്വീകരിച്ചു. പാപിയായ മനുഷ്യൻ്റെ ശിക്ഷ നിത്യനരകമാണ്. അതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു. പാപത്തിൻ്റെ ശിക്ഷ സഹിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുകയും അവനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഏതൊരാളും പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. അവരെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കുന്നു. ഈ വാക്കുകൾ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.